എ ലോങ് വാക്ക് ടു ഫ്രീഡം ബൈ നെൽസൺ മണ്ടേല. നെൽസൺ മണ്ടേലയുടെ ആത്മകഥ എ ലോങ് വാക്ക് ടു ഫ്രീഡം എന്നത് മലയാളത്തിലൂടെ മനസ്സിലാക്കാം. 1994 മെയ് 10 സൂര്യൻ കത്തിജ്വലിച്ച് പൊന്തി. ദക്ഷിണാഫ്രിക്കയിൽ പുതിയ ചരിത്രം പിറക്കുന്നു. യൂണിയൻ ബിൽഡിങ്സിൻ്റെ മുമ്പിൽ ലക്ഷങ്ങൾ. എന്തിന്? ലോകം കണ്ട ഏറ്റവും വലിയ ജയിൽ ബ്രേക്ക് കഴിഞ്ഞു വന്ന ഒരു ഹീറോ സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നു. ആരാണത്? നെൽസൺ മണ്ടേല. സീൻ 2. അപാർത്തീഡ്. വംശവെറിയുടെ ബിഗ് ബോസ് ആയി നമുക്ക് അപാർത്തീഡിനെ വിശേഷിപ്പിക്കാം. ടെക്സ്റ്റിൽ ഇങ്ങനെ കാണാം: അന്ന് സൗത്ത് ആഫ്രിക്ക ഒരു ബിഗ് ബോസ് ഹൗസ് ആയിരുന്നു. പക്ഷേ റൂൾസ് ഉണ്ടാക്കിയത് വെള്ളക്കാർ മാത്രം. കറുത്തവർക്ക് ടിക്കറ്റില്ല, വോട്ടില്ല, പാർക്കിൽ ഇരിക്കാൻ സീറ്റില്ല. ഇതിൻ്റെ പേരാണ് അപാർത്തീഡ്. വെള്ള കറുപ്പ് വേർതിരിവ്. ഒരു രാജ്യം, പക്ഷേ 2 നിയമം. സീൻ 3. 27 കൊല്ലം ജയിൽ. കമ്മിറ്റഡ് ഹീറോ. മണ്ടേലയെ പിടിച്ച് റോബൻസ് ഐലൻഡ് ജയിലിലിട്ടു. ശിക്ഷയോ 27 കൊല്ലം. കാരണം എൻ്റെ ജനത്തിന് സ്വാതന്ത്ര്യം വേണം എന്ന് പറഞ്ഞു. ജയിലിൽ കല്ല് പൊട്ടിച്ചു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വപ്നം ആർക്കും പൊട്ടിക്കാൻ പറ്റിയില്ല. 27 വർഷം, 9855 ദിവസം, ഒരു തലമുറയുടെ കാലം. പക്ഷേ അദ്ദേഹം പറഞ്ഞു, ഞാൻ തയ്യാറാണ്. സീൻ 4. 2 കടമകൾ. ഫ്രീഡത്തിൻ്റെ ട്വിസ്റ്റ്. മണ്ടേല പറയുന്നു, ഓരോ മനുഷ്യനും 2 ലോണ് അടച്ചു വീട്ടാനുണ്ട്. 1 കുടുംബത്തോടുള്ള കടമ, 2 രാജ്യത്തോടുള്ള കടമ. പക്ഷേ കറുത്തവന് ആ 2ഉം ചെയ്യാൻ പറ്റില്ലായിരുന്നു. കുടുംബത്തെ നോക്കിയാൽ രാജ്യത്തെ മറക്കണം. രാജ്യത്തിന് വേണ്ടി നിന്നാലോ ജയിലിൽ പോകണം. അദ്ദേഹം പറയുന്നു, ഞാൻ 2ാമത്തേത് തിരഞ്ഞെടുത്തു. ഇതുകൂടി കേൾക്കൂ. ക്ലൈമാക്സ്. മണ്ടേല പറഞ്ഞു, എന്നെ ജയിലിൽ അടച്ചവനും സ്വതന്ത്രനല്ല. കാരണം വെറുപ്പ് എന്ന ജയിലിലാണ് അവൻ. അടിച്ചമർത്തുന്നവനും അടിച്ചമർത്തപ്പെടുന്നവനും 2 പേരെയും മോചിപ്പിക്കണം. അതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം. പ്രസിഡന്റ് ആയ ദിവസം തന്നെ ജയിലിൽ ഇട്ട വെള്ളക്കാരായ ഉദ്യോഗസ്ഥരെ ഭക്ഷണത്തിന് ക്ഷണിച്ചു. ആര്? നെൽസൺ മണ്ടേല. 27 വർഷം ജയിലിൽ കിടന്ന മണ്ടേല ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ പ്രസിഡന്റായി സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ലക്ഷക്കണക്കിന് ആൾക്കാർ, 140 രാജ്യങ്ങളിലെ നേതാക്കൾ സാക്ഷി. നെവർ 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 എഗെയിൻ. ഈ മനോഹരമായ രാജ്യത്ത് ഇനി ഒരിക്കലും ഒരാളുടെ മേൽ മറ്റൊരാൾ അടിച്ചമർത്തൽ നടക്കില്ല. അദ്ദേഹം പറഞ്ഞു, നെവർ നെവർ ആൻഡ് നെവർ എഗെയിൻ. ഇത് വെറും വാക്കല്ല, 350 കൊല്ലത്തെ വേദനയുടെ ഫൈനൽ സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നു. മറ്റൊന്ന്, റെയിൻബോ നാഷൻ ഐഡിയ. എന്താണത്? ഞങ്ങൾ കറുത്തവരും വെള്ളക്കാരും തവിട്ടുനിറക്കാരും എല്ലാം കൂടി ഒരു മഴവില്ല് പോലെയാണ്. എല്ലാ നിറങ്ങളും ചേർന്നാലേ ഭംഗിയുള്ളൂ. അതുകൊണ്ട് അപാർത്തീഡ് ഈക്വൽസ് ബ്ലാക്ക് വേഴ്സസ് വൈറ്റ്. മണ്ടേല, എല്ലാവരും കൂടെ 1 ടീം. ധൈര്യത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞത്? പേടിയില്ലാത്തതല്ല ധൈര്യം. ധൈര്യശാലികൾ പേടിക്കാത്തവരല്ല, പേടിയെ ജയിക്കുന്നവരാണ്. ഞാൻ ജയിലിൽ പലതവണ പേടിച്ചിട്ടുണ്ട്. ഹീറോകളും മനുഷ്യരാ. പേടിയെ ബീറ്റ് ചെയ്യുന്നവനാണ് റിയൽ ഹീറോ. ഇവിടെ നമ്മുടെ റിയൽ ഹീറോ നെൽസൺ മണ്ടേല. അദ്ദേഹം തുടർന്നു, എതിരാളിക്കും മോചനം വേണം. അടിച്ചമർത്തുന്നവൻ ഒരു തടവുകാരനാണ്. വെറുപ്പിൻ്റെ ജയിലിലാണ് അദ്ദേഹം കഴിയുന്നത്. അവനെയും മോചിപ്പിച്ചാലേ എനിക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടൂ. ഇതാണ് മാസ് കമൻ്റ്. എന്നെ തല്ലിയവന് ഞാൻ ബിരിയാണി വാങ്ങിക്കൊടുക്കും എന്ന് പറയും പോലെ. അദ്ദേഹം പറഞ്ഞു, ഗ്ലോറി ടു ഫ്രീഡം. സ്വാതന്ത്ര്യത്തിൻ്റെ സൂര്യൻ ഒരിക്കലും അസ്തമിക്കാതിരിക്കട്ടെ. ഗോഡ് ബ്ലെസ് ആഫ്രിക്ക. സ്പീച്ച് കഴിഞ്ഞപ്പോൾ വെള്ളക്കാരായ എയർഫോഴ്സ് ജെറ്റ്സ് മണ്ടേലയ്ക്ക് സല്യൂട്ട് അടിച്ചു.
അതോടുകൂടി സീൻ മാറി. മണ്ടേലയുടെ പ്രസംഗത്തിൽ എന്താണ് പ്രധാനമായുമുള്ളത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ വെള്ളക്കാരുടെ മേൽക്കോയ്മയ്ക്ക് എതിരാണ്, അതുപോലെ കറുത്ത വർഗ്ഗക്കാരുടെ മേൽക്കോയ്മയ്ക്കും എതിരാണ്. എല്ലാവർക്കും തുല്യ അവകാശം വേണം. രണ്ടാമത്തെ പോയിൻ്റ്, പട്ടിണി കിടക്കുന്നവന് സമാധാനം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞാൽ, ഒരു മനുഷ്യൻ പട്ടിണി കിടക്കുമ്പോൾ അവൻ്റെ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റാതെ വരുമ്പോൾ അവനോട് നിയമം അനുസരിക്കുക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അക്രമം ഞങ്ങളുടെ അവസാന ആയുധം. 50 കൊല്ലം ഞങ്ങൾ സമാധാനപരമായി സമരം ചെയ്തു. സർക്കാർ ഞങ്ങളെ വെടിവെച്ചു. ഞങ്ങൾക്ക് വേറെ വഴിയില്ലാതെ ആയുധമെടുത്തു. ഗാന്ധി മാർഗം നടക്കാതെ വന്നപ്പോൾ ഭഗത് സിംഗ് മാർഗം സിറ്റുവേഷൻ അനുസരിച്ച ഒരു സ്ട്രാറ്റജി നമുക്കിവിടെ കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞു, എല്ലാ മനുഷ്യരും സമത്വത്തോടെ തുല്യ അവസരങ്ങളോടെ ജീവിക്കുന്ന ഒരു ജനാധിപത്യ രാജ്യം ഞാൻ സ്വപ്നം കാണുന്നു. അവസാനം പറഞ്ഞു, ഈ ആദർശത്തിന് വേണ്ടി ജീവിക്കാൻ ഞാൻ തയ്യാറാണ്, ആവശ്യമെങ്കിൽ മരിക്കാനും ഞാൻ തയ്യാറാണ്. ഒരു മാർക്ക് ചോദ്യം കാണാം. നെൽസൺ മണ്ടേല എത്ര വർഷം ജയിലിൽ കിടന്നു? 27 വർഷം, റോബൻ ഐലൻഡിൽ. ദക്ഷിണാഫ്രിക്കയുടെ ആദ്യത്തെ കറുത്ത വർഗ പ്രസിഡന്റ് നെൽസൺ മണ്ടേല. അപാർത്തൈഡ് എന്ന് പറഞ്ഞാൽ വെള്ളക്കാർ കറുത്തവരെ വേർതിരിച്ച് ഭരിച്ച വംശീയ നിയമം. മണ്ടേല സത്യപ്രതിജ്ഞ ചെയ്ത തീയതി 1994 മെയ് 10. റെയിൻബോ നാഷൻ എന്ന് ദക്ഷിണാഫ്രിക്കയെ വിശേഷിപ്പിച്ചത് ആരാണ്? നെൽസൺ മണ്ടേല. 2 മാർക്ക് ചോദ്യങ്ങൾ ഇങ്ങനെ വരാം. നെവർ നെവർ ആൻഡ് നെവർ എഗെയിൻ എന്ന് മണ്ടേല എന്തുകൊണ്ട് പറഞ്ഞു? 350 വർഷം കറുത്ത വർഗ്ഗക്കാർ അനുഭവിച്ച അടിച്ചമർത്തൽ, അപ്പാർത്തൈഡ്, വംശവെറി എന്നിവ ഇനി ഒരിക്കലും ദക്ഷിണാഫ്രിക്കയിൽ ആവർത്തിക്കരുത് എന്ന് ഉറപ്പിക്കാനാണ് മണ്ടേല നെവർ നെവർ ആൻഡ് നെവർ എഗെയിൻ എന്ന് പറഞ്ഞത്. ഇത് പുതിയ ജനാധിപത്യത്തിൻ്റെ പ്രതിജ്ഞയായിരുന്നു. മണ്ടേലയുടെ അഭിപ്രായത്തിൽ ധൈര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ധൈര്യം എന്നാൽ പേടിയില്ലാത്തതല്ല, പേടിയെ ജയിക്കുന്നതാണ് എന്ന് മണ്ടേല പറയുന്നു. ജയിലിൽ കിടക്കുമ്പോൾ തനിക്കും പേടി തോന്നിയിരുന്നുവെന്നും പക്ഷേ ആ പേടിയെ മറികടന്നാണ് പോരാടിയതെന്നും അദ്ദേഹം പറയുന്നു. മറ്റൊരു ചോദ്യം, ട്വിൻ ഒബ്ലിഗേഷൻസ് എന്നാൽ എന്ത്? ഓരോ മനുഷ്യനും 2 കടമകളുണ്ട് എന്ന് മണ്ടേല പറയുന്നു. 1 കുടുംബത്തോടുള്ള കടമ, 2 സമൂഹത്തോടും രാജ്യത്തോടുമുള്ള കടമ. അപ്പാർത്തൈഡ് കാലത്ത് കറുത്തവന് ഈ 2 കടമകളും ഒരുമിച്ച് നിർവഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അപ്പാർത്തൈഡ് നയം ദക്ഷിണാഫ്രിക്കയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം? അപ്പാർത്തൈഡ് ദക്ഷിണാഫ്രിക്കയിലെ കറുത്ത വർഗ്ഗക്കാരുടെ ജീവിതം ദുരിതപൂർണമാക്കി. എന്തുകൊണ്ട്? അടിസ്ഥാന അവകാശ നിഷേധം, വോട്ടവകാശം നിഷേധിച്ചു, സഞ്ചാര സ്വാതന്ത്ര്യം, നല്ല വിദ്യാഭ്യാസം എന്നിവയെല്ലാം നിഷേധിച്ചു. രണ്ടാമത്തെ പോയിൻ്റ്, വേർതിരിവ്. പാർക്കുകൾ, ബസ്സുകൾ, സ്കൂളുകൾ എല്ലാം വെള്ളക്കാർക്കും കറുത്തവർക്കും വേറെ വേറെ ആയിരുന്നു. മൂന്നാമത്തെ പോയിൻ്റ്, ദാരിദ്ര്യം. മികച്ച ജോലികൾ വെള്ളക്കാർക്ക് മാത്രം കിട്ടി, കറുത്തവർ ദരിദ്രരായി. ഈ നിയമം മനുഷ്യരെ തമ്മിൽ അകറ്റി, രാജ്യത്ത് വെറുപ്പ് വളർത്തി. മറ്റൊരു ചോദ്യം, അടിച്ചമർത്തുന്നവനും സ്വതന്ത്രനല്ല എന്ന് മണ്ടേല പറയാനുള്ള കാരണം എന്താണ്? വെറുപ്പ്, മുൻവിധി, ഇടുങ്ങിയ ചിന്ത എന്നിവയുടെ തടവുകാരനാണ് അടിച്ചമർത്തുന്നവൻ എന്ന് മണ്ടേല പറയുന്നു. അവന് രാത്രി സമാധാനമായി ഉറങ്ങാൻ കഴിയില്ല, എപ്പോഴും പേടിയായിരിക്കും. രണ്ടാമത്തെ പോയിൻ്റ്, മറ്റുള്ളവരുടെ സ്വാതന്ത്ര്യം തടയുമ്പോൾ അവൻ സ്വന്തം മനസ്സാക്ഷിയുടെ ജയിലിലാകുന്നു. അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ അടിച്ചമർത്തപ്പെട്ടവനെയും അടിച്ചമർത്തുന്നവനെയും മോചിപ്പിക്കണമെന്ന് മണ്ടേല വിശ്വസിച്ചു. ഈ അധ്യായത്തിലെ പ്രധാന കീവേഡുകൾ നമുക്ക് പരിശോധിക്കാം. 1, അപ്പാർത്തൈഡ്, വംശീയ വേർതിരിവ്, വെള്ളക്കാർ കറുത്തവരെ മാറ്റി നിർത്തിയ നിയമം. സെഗ്രിഗേഷൻ, വേർതിരിക്കൽ, ബസ്സിലും സ്കൂളിലും വെള്ള കറുപ്പ് വേറെ വേറെ നയം. ഡിസ്ക്രിമിനേഷൻ, വിവേചനം, നിറത്തിൻ്റെ പേരിൽ അവകാശങ്ങൾ നിഷേധിക്കുക. ഒപ്രഷൻ, അടിച്ചമർത്തൽ, ഒരു വിഭാഗം മറ്റൊരു വിഭാഗത്തെ ചവിട്ടി താഴ്ത്തുന്നത്. ഒപ്രസർ, അടിച്ചമർത്തുന്ന ആൾ, അധികാരം ഉപയോഗിച്ച് മറ്റുള്ളവരെ അടിച്ചമർത്തുന്ന ആൾക്കാണ് ഒപ്രസർ എന്ന് പറയുന്നത്. ഓപ്രസ്ഡ്,
അടിച്ചമർത്തപ്പെട്ടവൻ, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടവൻ. ലിബറേഷൻ, മോചനം, സ്വാതന്ത്ര്യം, അടിമത്തത്തിൽ നിന്നുള്ള വിടുതൽ. ഇമാൻസിപ്പേഷൻ, വിമോചനം, സാമൂഹിക രാഷ്ട്രീയ അടിമത്തത്തിൽ നിന്നുള്ള മോചനം. റെസിലിയൻസ് എന്ന് പറഞ്ഞാൽ സഹനശക്തി, തളരാത്ത മനസ്സ്. 27 വർഷം ജയിലിൽ കിടന്നിട്ടും പതറിയില്ല. റിസെൻറ്റ്മെൻറ്റ്, പക, അമർഷം. മണ്ടേലയ്ക്ക് വെള്ളക്കാരോട് ഇത് ഉണ്ടായിരുന്നില്ല. റിവെഞ്ച്, അതുപോലെ പ്രതികാരം. പ്രസിഡൻ്റായിട്ടും പ്രതികാരം ചെയ്തില്ല. റിക്കൺസിലിയേഷൻ, അനുരഞ്ജനം, രമ്യത. ശത്രുക്കളെ പോലും ചേർത്തു പിടിച്ച നയമായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. ഡെമോക്രസി, ജനാധിപത്യം, ജനങ്ങൾക്ക് വോട്ട് ചെയ്ത് ഭരണാധികാരിയെ തിരഞ്ഞെടുക്കുന്ന സംവിധാനം. ഇനാഗുറേഷൻ, സത്യപ്രതിജ്ഞ, ഉദ്ഘാടനം. 3 മാർക്ക് ചോദ്യം വന്നാൽ ഉപയോഗിക്കാൻ പറ്റിയ 5 കോംബോ. അപ്പാർത്തൈഡ് പ്ലസ് ഡിസ്ക്രിമിനേഷൻ പ്ലസ് സെഗ്രിഗേഷൻ. ഇവ 3 കൂടിയാണ് കറുത്ത വർഗക്കാരുടെ ജീവിതം നരകമാക്കിയത്. രണ്ടാമത്തേത് ഒപ്രസർ ഒപ്രസ്ഡ് ലിബറേഷൻ. അടിച്ചമർത്തുന്നവനെയും അടിച്ചമർത്തപ്പെട്ടവനെയും മോചിപ്പിച്ചാലേ യഥാർത്ഥ ലിബറേഷൻ അഥവാ സ്വാതന്ത്ര്യം ഉണ്ടാവൂ. 3-ാമത്തെ കോംബോ റെസിലിയൻസ്, റിക്കൺസിലിയേഷൻ, റിവെഞ്ച്. നെൽസൺ മണ്ടേല റെസിലിയൻസ് കാണിച്ചു, റിക്കൺസിലിയേഷൻ തിരഞ്ഞെടുത്തു, റിവെഞ്ച് വേണ്ടെന്ന് വെച്ചു. ഇവയുടെ 3 അർത്ഥം മുകളിൽ പറഞ്ഞല്ലോ. ഡെമോക്രസി പ്ലസ് ഇനാഗുറേഷൻ പ്ലസ് റെയിൻബോ നാഷൻ, അഥവാ 1994 ഇനാഗുറേഷൻ വഴി ഡെമോക്രസി അഥവാ ജനാധിപത്യം സൗത്ത് ആഫ്രിക്കയിൽ വന്നു. അങ്ങനെ സൗത്ത് ആഫ്രിക്ക റെയിൻബോ നാഷൻ ആയി. അവസാനത്തെ കോംബോ ഒബ്ലിഗേഷൻസ് പ്ലസ് പാട്രിയറ്റ് പ്ലസ് എക്സ്ട്രാ ഓർഡിനറി. എന്ന് പറഞ്ഞാൽ ഒരു ദേശസ്നേഹി അഥവാ പാട്രിയറ്റ് തൻ്റെ ഒബ്ലിഗേഷൻസ്, കടമകൾ മറക്കാറില്ല. നെൽസൺ മണ്ടേല എക്സ്ട്രാ ഓർഡിനറി ആയതുകൊണ്ട് അദ്ദേഹം അത് ഒരിക്കലും മറന്നില്ല. താങ്ക് യു.